നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഇനി ഞാനൊരു പാട്ട് പാടും. ആരാ സ്ഥാപനത്തിന്റെ MD? അഭിമന്യു. ഞാനാ. We are from Income Tax Department. നിങ്ങളിവിടെ കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ. ഞങ്ങൾക്ക് ഈ ഓഫീസ് ഒന്ന് സെർച്ച് ചെയ്യണം. സർ, അത് ക്ലോസ്. ഞങ്ങളുടെ സെർച്ചിങ് കഴിയുന്നത് വരെ ഒരാളും ഈ ഓഫീസിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ദയവേത് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങളുടെ എല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഞങ്ങളെ ഏൽപ്പിക്കണം. വേഗം വേണം. അഭിമന്യു, ഒന്ന് വരൂ. സാർ, സാർ ഒരു നിമിഷം. നിങ്ങളാരാ? ഞാൻ അഭിമന്യുവിന്റെ അമ്മയാ. ഇതൊരു തെറ്റായ ഇൻഫർമേഷനാ സർ. എന്റെ മോനെ മനഃപൂർവ്വം കൊടുക്കാൻ. ഞങ്ങളിവിടെ ഒരു ഫംഗ്ഷന്റെ മൂഡിലായിരുന്നു. ഇവന്റെ വിവാഹ ഇൻവിറ്റേഷൻ നടക്കുക. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. സോറി മാഡം, വി ആർ ഹെൽപ്ലെസ്. ദിസ് ഈസ് അവർ ഡ്യൂട്ടി. പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് us. വരൂ. മോനെ. സാരമില്ല, അമ്മ സമാധാനമായിട്ടിരിക്കുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ പേടിക്കുന്നേ? വരൂ സർ, നിങ്ങൾക്ക് ഈ ഓഫീസിൽ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം.
എല്ലാം ഓക്കെ അല്ലേ? പിന്നെ അല്ലാതെ എന്നാലും ഒരു മുന്നറിയിപ്പില്ലാണ്ട് എന്താ ഇങ്ങനെ? മുന്നറിയിപ്പ് തന്ന കള്ളപ്പണം നമ്മൾ മുക്കില്ലേ? സൈലൻസ്. സോറി ട്ടോ. സർ, ഷൈറ്റ്. നോ നോ സർ, എനിക്കിതറിയില്ല. ഇത് നിങ്ങളുടെ ഓഫീസല്ലേ? അതെ സർ. ഇവിടെ നിങ്ങളറിയാതെ എങ്ങനെയാ കണക്കിൽപ്പെടാതെ പണം വരുന്നത്? സർ, ഇതിലെന്തോ ചതിയുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ പണം എണ്ണി തിട്ടപ്പെടുത്തി ഇയാളെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. 2 ഐ വിറ്റ്നസും വേണം. ഓക്കെ സർ. സൈൻ ചെയ്തോളൂ. സർ, ഞാൻ എക്സ്പ്ലനേഷൻ ഒക്കെ പിന്നെ, ഇപ്പൊ സൈൻ ചെയ്യും. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. മിസ്റ്റർ അഭിമന്യു, ഞങ്ങൾ ഇറങ്ങുന്നു. ബാക്കി പ്രൊസീജിയറൊക്കെ ഇൻഡാസ് വരുന്നതനുസരിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. എന്നാൽ ഇതൊരു വല്ലാത്ത വിധിയായി പോയല്ലോ നാത്തൂനെ. മാരേജ് ഡിക്ലറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത സെക്കൻഡിൽ അവന്മാര് കേറി കോളമാക്കിയല്ലോ. സാരമില്ല, നമുക്ക് ആഘോഷം തുടരാം. മോനെ, അവന് സങ്കടമായിട്ടുണ്ടാവും, പാവം. ആ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? അനുഭവയോഗം കൂടി വേണ്ടേ? ദുർനിമിത്ത നാത്തൂനെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി കല്യാണം നടക്കാൻ പാടില്ല എന്ന് സൂചന മറ്റോ ആണോ ഇത്? പാവം, അവളും തകർന്നു കാണും. ഞാൻ പോയി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം നാത്തൂനെ. ചെല്ല്, വേഗം ചെല്ല് നാത്തൂനെ. നാത്തൂന് മകനേക്കാൾ ഇഷ്ടം മരുമകളെ. അവക്ക് നൊന്ത നാത്തൂന് സഹിക്കാൻ പറ്റില്ല. അല്ല, മരുമകളായിട്ടല്ല,
മകളായിട്ടാ നാത്തൂൻ അവളെ കൊണ്ടു നടക്കുന്നത്. ജീവന് ജീവൻ. അയ്യോ പാവം, ക്ഷീണിച്ചു പോയല്ലേ? നീ ഇനി ക്ഷീണിക്കാൻ കിടക്കുന്നതേ ഉള്ളടി. ഒരു കാരണവശാലും നിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്താ വിചാരിച്ചേ? നിന്റെ കല്യാണം ഡിക്ലെയർ ചെയ്യാൻ വന്നതാണ് ഞാനെന്നോ? കളപ്പുരയ്ക്കൽ ശർമിളയ്ക്ക് മനം മാറ്റം വന്നെന്നോ? അത് ഈ ജന്മം ഉണ്ടാവില്ലടി. നീ സ്വയം ഒഴിഞ്ഞു പോകും വരെ നിന്റെ പിന്നാലെ ചെകുത്താനെ പോലെ ഞാനുണ്ടാവും. ഇനി നീ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. നീ ഇപ്പൊ വിചാരിക്കും ഈ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ നിന്നോട് സത്യം പറയുന്നു. അതൊക്കെ എപ്പോഴേ റിക്കവർ ചെയ്യാൻ പറ്റാത്ത വിധം ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. അനുഭവമാണല്ലോ ഗുരു. ഇനിയും ഒരു അബദ്ധം പറ്റാൻ പാടില്ലല്ലോ. നീ ചെവിയിൽ നുള്ളിക്കൊടി. നിന്റെ നാശം ഇന്ന് തുടങ്ങുക. ശർമിളയാ പറയുന്നത്. മിസ്റ്റർ അഭിമന്യു, എൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. സർ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സാറിന് വേണമെങ്കിൽ കാർണിവൽ ഗ്രൂപ്പിന്റെ ഹിസ്റ്ററി പരിശോധിക്കാം. ടാക്സ് അടയ്ക്കാത്ത ഒറ്റ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിലില്ല. എല്ലാ വർഷവും കൃത്യമായി ടാക്സ് പേ ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതല്ല മിസ്റ്റർ അഭിമന്യു ഇവിടുത്തെ പ്രശ്നം. ഇന്ന് എന്താണെന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കാശ് കണ്ടെടുത്തു എന്നുള്ളത് സത്യമല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ഇതിന് ആൻസറബിൾ അല്ലേ? അന്വേഷിക്കാനും നടപടിയെടുക്കാനും ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? സർ, ഞാൻ വിചാരിച്ചാലും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അന്വേഷണം പൂർത്തിയാകും വരെ നിങ്ങളുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യാനാണ് ഉത്തരവ്. സർ, സോറി അഭിമന്യു, ഐ ആം റിയലി ഹെൽപ്ലെസ്. എനിവേ, വേഗം ഈ കുരുക്കുകളൊക്കെ അഴിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. താങ്ക് യു സർ.
മിസ്റ്റർ അഭിമന്യു, എന്താ സർ? ഓഫീസിൽ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു റെയ്ഡ് വേണ്ടി വരും. ഞാനൊരു ഫേവർ ചെയ്യാം. വരുന്ന സമയം നേരത്തെ അറിയിക്കാൻ നോക്കാം. വേണ്ട സർ, അവിടെയും എനിക്ക് മാറ്റാനോ ഒളിക്കാനോ ഒന്നുമില്ല. ഒരു പ്രയർ ഇന്റിമേഷൻ ഒന്നും വേണമെന്നില്ല. എപ്പോഴാണെന്ന് വെച്ചാൽ വന്നോളൂ, എന്താന്ന് വെച്ചാൽ പരിശോധിച്ചോളൂ. സ്വാമി, ഒന്ന് കേട്ടിട്ട് പോ സ്വാമി. നിങ്ങൾ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാ. കോടതിയും കേസും മാനനഷ്ടവും. ആ മുഖം കണ്ടാൽ അറിയാം സ്വാമി, നിങ്ങൾ ഇപ്പൊ വരുന്നതേ സാറു അത് നഷ്ടപ്പെട്ടിട്ടാന്ന്. പക്ഷിശാസ്ത്രം സത്യമേ പറയൂ സ്വാമി. പക്ഷിയെ സർക്കാർ നിരോധിച്ചെങ്കിലും സത്യത്തിൽ നിരോധിച്ചിട്ടില്ല സ്വാമി. കാക്കാത്തി സത്യമേ പറയൂ സ്വാമി. ഒന്ന് വന്ന് കേട്ടിട്ട് പോ സ്വാമി. ദക്ഷിണയൊന്നും വേണ്ട. രക്ഷപ്പെടാൻ ദൈവം ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട് സ്വാമി. ഒന്ന് കേട്ടിട്ട് പോണം സ്വാമി. ഒരു മിനിറ്റ് ഇരിക്കണം സ്വാമി. ഭൂതം ഭാവി വർത്തമാനം എല്ലാം മണിമണി പോലും ഞാൻ പറഞ്ഞു തരാം. മുഖം കൊണ്ട് ശ്രീരാമചന്ദ്രൻ, മനസ്സുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ. ഉള്ളാല് പ്രണയം കാളിന്തി പോലെ, അനുഭവം ശോകം സരയൂ നദി പോലെ. മോഹിച്ചതല്ല കിട്ടിയത്, കിട്ടിയതൊട്ട് മോഹിക്കാൻ യോഗ്യവുമല്ല. ഉടൻ ഒരു തിരുമണം വരുന്നല്ലേ? അപകടം ഉള്ളതുകൂടി ഇല്ലാതാകും. വന്നു കയറാൻ പോകുന്ന പെണ്ണ് സീതയല്ല, സുഭദ്രയല്ല, ഹിഡുംബി, സാക്ഷാൽ ഹിഡുംബി. മുഴുവൻ കേട്ടിട്ട് പോ സ്വാമി. അവൾ ഇരിക്കുന്നിടം മുടിയും ആദിവ്യാധി രോഗദോഷങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരും. നിനക്കവൾ ചേർന്നവളല്ല സ്വാമി. അവളെ ഒഴിവാക്കിയാൽ നീ രക്ഷപ്പെടും. കാക്കാത്തി കളവ് പറയില്ല സ്വാമി. ദക്ഷിണ വേണ്ട സ്വാമി. മുഴുവൻ കേട്ടിട്ട് പോണം സ്വാമി. ഇനി നിങ്ങൾ മിണ്ടിയ നിങ്ങളുടെ നാവ് ഞാൻ അരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. കാക്കാത്തിയാണത്രേ കാക്കാത്തി. കള്ളം പറയുന്നവളാണോ കാക്കാത്തി? അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാ. മിണ്ടി പോരുത്. അവരുടെ ഒരു സത്യം ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. അവരുടെ കാടും അയ്യോ, എന്നെ വേണ്ട, എന്നെ വേണ്ട, എന്നെ വേണ്ട.
ദേ പെണ്ണുപിള്ളേ, ആ പ്രാന്തൻ എന്റെ കാർഡും പാണ്ടക്കെട്ടും ഒക്കെ തട്ടിക്കളഞ്ഞിട്ട് പോയ പോക്കല്ലോ. പോയി 4 സെറ്റ് പുതിയ കാർഡ് വാങ്ങിച്ചു. ബഹളം വെക്കരുത്. ഞാൻ ബഹളം വെക്കും. അയാള് കാക്കാത്തി കള്ളിയാണെന്ന് പറഞ്ഞു. പറഞ്ഞാലാണോ കുറ്റം? ഞാൻ പറഞ്ഞു തന്നൊക്കെ അതുപോലെ ഛർദിച്ചിട്ട് ഇപ്പൊ കള്ളിന്ന് വിളിച്ചാ തെറ്റ്. കാക്കാത്തി നാവിലൂടെ വരുമ്പോൾ എല്ലാം ഉണ്മ. ഉണ്മയ്ക്കിണ്മൈ നിണ്ടു പോരുത്. കിട്ടിയത് വാങ്ങിച്ചോണ്ട് പോവാൻ നോക്ക്. ഇല്ലെങ്കിലേ ഈ കാശും കൂടെ ഞാൻ തിരിച്ചു വാങ്ങിക്കും. പിന്നെ പിന്നെ ഒരു 2000 രൂപയും കൂടെ ഞാൻ തരും. ഇവിടെ കളിച്ച നാടകം ഇതിലും ഭംഗിയായിട്ട് നീ വേറൊരിടത്ത് കളിക്കണം. എന്താ, ഓക്കെ ആണോ? ഓക്കെ. അയ്യോ എന്റെ കാർഡ്. കാക്കാത്തി പറയുന്നതൊന്ന് വിശ്വസിച്ചാ മതിയായിരുന്നു. നാത്തും പറയുന്നത് സത്യം. അതുങ്ങളെയൊക്കെ കൊന്നു കളയാ വേണ്ടത്. എന്റെ ദേവി, എന്റെ അഭേട്ടനെ കാത്തോണേ. ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ ആ മനസ്സിന് ബലം കൊടുക്കണേ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ സ്വപ്നം കാണിച്ചിട്ട് ഒടുക്കം നീ കൈയൊഴിയരുതേ. ഇനിയും ഒരു വിവാഹം കഴിക്കാനുള്ള കൊതി കൊണ്ടല്ല. ആ വിവാഹത്തിലൂടെ എന്റെ അഭേട്ടന്റെ ജീവിതം രക്ഷിക്കാൻ കഴിയുന്ന ഓർത്തപ്പോ എന്റെ ജാതകത്തിന് അങ്ങനെ ഒരു പുണ്യം ഉണ്ടെങ്കിൽ എന്റെ ദേവി, അതിനുള്ള ഭാഗ്യം നീ എനിക്ക് കനിഞ്ഞു നൽകണേ. എങ്ങനെയോ ഈ വിവാഹം നടത്തി തരണേ. ആ സ്വാമിജി പറഞ്ഞതൊക്കെ സത്യമാക്കി തരണേ. അമ്മ ഒന്ന് നിന്നേ. മകൻ പിറന്ന മങ്ക അല്ലേ? എന്താ നോക്കുന്നേ? നക്ഷത്രം മകവല്ലേ? അതെ. കാക്കാത്തിക്ക് എല്ലാം അറിയാം. ഭൂതം, ഭാവി, വർത്തമാനം. ദൈവം ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് തന്നെ മനുഷ്യ നന്മയ്ക്കായി അവരുടെ മനസ്സ് പറഞ്ഞു കൊടുക്കാനാണ്. അമ്മ ഇപ്പൊ പ്രാർത്ഥിച്ചത് കണവന് വേണ്ടിട്ടല്ലേ? കൈരേഖ പോലും കാണണ്ട, മുഖലക്ഷണം മാത്രം മതി കാക്കാത്തിക്ക്. ഈ മനസ്സിലിപ്പൊ തീയാണല്ലേ? വലിയൊരു അപകടത്തിന്റെ തുടക്കം കണ്ട ദിവസമാണിന്ന്, ശരിയല്ലേ? അമ്മ സമ്മതിച്ചില്ലെങ്കിലും മുഖലക്ഷണം വിളിച്ചു പറയുന്നുണ്ട്. കാക്കാത്തിക്ക് കാശൊന്നും വേണ്ട. അമ്മയെ കണ്ടിട്ട് ചില സത്യങ്ങൾ തുറന്നു പറയാതെ പോയാൽ ദൈവകോപം കിട്ടും.
അത്ര പവിത്രമാണ് ഈ മനസ്സ്, പട്ടുപോലത്തെ മനസ്സ്. പക്ഷെ നീ ചേർന്നത് ചേരുംപടിയല്ല. നീ കൂടെ ഇരുന്നാൽ നിന്റെ കണവിന് പെരിയ ആപത്ത്. ഇഷ്ടമല്ലാതെ നടന്ന തീരുമാനം അല്ലേ? അതെ. ഇഷ്ടപ്പെടാൻ നോക്കിയാലും ഒരിക്കലും നടക്കില്ല. നിങ്ങൾ പിരിയണം. എന്നാലേ നിന്റെ കണവിന് ഉയർച്ചയുണ്ടാവൂ. എന്നിട്ട് വാഴൂര് സ്വാമി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഭർത്താവിന് ഉയർച്ച ഉണ്ടാവുമെന്നാണല്ലോ. ഏത് വാഴൂർ സ്വാമി? ഇനി വിളിച്ചോണ്ട് വാ, ഞാൻ പറഞ്ഞു കൊടുക്കാം അങ്ങയുടെ ഭാവി വരെ. അതെല്ലാം വയറ്റിപ്പഴപ്പാ അമ്മ. പക്ഷെ കാക്കാത്തിക്കത് ദൈവത്തിന്റെ വരപ്രസാദമാണമ്മ. മനസ്സ് വിട്ട് വാക്ക് വന്നാൽ അത് നാവീന്ന് പുറത്തു വിട്ടാൽ അച്ചട്ടാ. പറഞ്ഞില്ലേ, പണം പോലും വേണ്ട. അമ്മയെ പോലുള്ള മഹാലക്ഷ്മിക്ക് നേർവഴി കാണിച്ചു കൊടുത്താൽ ദൈവാനുഗ്രഹം കിട്ടും. കാക്കാത്തിക്ക് അത് മതി. മഹാലക്ഷ്മി ഐശ്വര്യ ദേവതയല്ലേ, അപ്പൊ കൂടെ നിന്നാ നല്ലതല്ലേ? അത് കൂടേണ്ടവരുടെ കൂടെ നിൽക്കുമ്പോ, അല്ലെങ്കിൽ രണ്ടാൾക്കും ദോഷവാ. അമ്മയും കണവനും ഇരുവഴി വന്നവരാ, ഇരുവഴി പിരിയേണ്ടവർ. അല്ലെങ്കിൽ ദോഷം അമ്മയ്ക്കല്ല, കണവനാ. മരണം സംഭവിച്ചാൽ പോലും അത്ഭുതമില്ല. ഇതുവരെ അങ്ങനെ സംഭവിക്കാത്തത് നിങ്ങളും അയാളും ഒന്നിക്കാത്തത് കൊണ്ടാണ്. ഒന്നിച്ചാൽ ആ നിമിഷം അനർത്ഥം ഉറപ്പ്. വിധിയെ തിരുത്താൻ ഈശ്വരന് പോലും കഴിയില്ല.